തക്ബീറുകൾ തുടങ്ങേണ്ടത് അറഫയുടെ അഥവാ ദുൽഹിജ്ജ, ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണ് നമുക്ക് അല്ലാഹു തആല മാസപ്പിറവി കാണിച്ചു തരുന്നത്. അത് എന്നാണോ നമ്മളത് കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ 9ന്റെ അന്ന് ആണ്, അതിന്റെ സുബഹിക്ക് ശേഷമാണ് മുഖയ്യതായ നിലക്കുള്ള തക്ബീറുകൾ ചൊല്ലി തുടങ്ങേണ്ടത്. പള്ളികളിൽ ചൊല്ലുന്ന അതല്ലാത്ത തക്ബീറുകൾ ദുൽഹിജ്ജ 1 മുതൽ മുത്തലക്കായ തക്ബീറുകൾ ചൊല്ലാം. സ്വഹാബാക്കൾ ചൊല്ലാറുണ്ടായിരുന്നു. മുത്തലക്കായ നിലക്കുള്ള ഇവിടെ വേണമെങ്കിൽ വെച്ച് ചൊല്ലാവുന്ന തക്ബീറുകൾ അത് പള്ളിയിൽ നമസ്കാരത്തിന് ശേഷമല്ല. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം തക്ബീറുകൾ തുടങ്ങേണ്ടത് ദുൽഹിജ്ജ 9-നാണ്. അതിന്റെ പ്രഭാതത്തിന് ശേഷം, നാളിന്റെ അന്നല്ല തക്ബീറുകൾ തുടങ്ങേണ്ടത്. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഒരാൾ ചൊല്ലിക്കൊടുത്ത് വേറൊരാളെ ഏറ്റു ചൊല്ലുക എന്നതല്ല, മറിച്ച് എല്ലാവരും ഒരേപോലെ ചൊല്ലുക എന്നതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഇന്ന് ദുൽഹിജ്ജ 9, ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ ആ ദുൽഹിജ്ജ 9ന്റെ സുബഹിക്ക് ശേഷമാണ് പള്ളികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയതിൽ 3 പ്രാവശ്യം ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആ ഒരു തക്ബീറിൽ 3 പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞു പോവുക എന്നുള്ളത് സ്വഹാബത്തിന്റെ സലഫിന്റെ രീതിയായിരുന്നു. അത് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ സൂര്യാസ്തമയം വരെ. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീഖ്. ഈ 13ന്റെ സൂര്യാസ്തമയം വരെ ചെല്ലാം. അപ്പൊ പള്ളിയിലാകുമ്പോൾ എപ്പോ ചെല്ലും? അസറോടുകൂടി, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്നതോടുകൂടി പിന്നെ മഗ്‌രിബിന് പള്ളിയിൽ ഉണ്ടാവില്ല. മഗ്‌രിബ് വരെ നമുക്ക് ചെല്ലാം. നമ്മുടെ വീട്ടിലോ അങ്ങാടിയിലൊക്കെ ആണെങ്കിൽ മഗ്‌രിബ് വരെ നമുക്ക് ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കാരം കഴിയുന്നത് അത് അയ്യാമു തശ്രീഖിന്റെ ഇതൊക്കെ ഓർത്ത് വെക്കണം, ഓർത്ത് മനസ്സിലാക്കി വെച്ചിട്ട് അടുത്ത കൊല്ലാകുമ്പോൾ പിന്നെ സംശയം ഉണ്ടാകുന്ന അവസ്ഥ അള്ളാഹ് നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി.